കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം പൗളി വിൽസൺ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരവും നാടക പ്രവർത്തകയുമായ പൗളി വിൽസൺ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സങ്കടങ്ങൾ അകറ്റാനുള്ള ആയുധമായിരുന്നു അരങ്ങെന്നും സ്ത്രീകൾ തന്റെ ഇടം മനസ്സിലാക്കി പൊരുതി ജീവിക്കണമെന്നും പൊരുതി ജീവിച്ചതിന്റെ സദ്ഫലം സമൂഹം സമ്മാനമായി തന്നുവെന്നും പൗളി വിൽസൺ പറഞ്ഞു. 7ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ അപ്പൊ അതിനിടയ്ക്ക് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ബാലനടിയായിട്ട് അഭിനയിക്കാനായിട്ട് തൊട്ടടുത്ത ക്ലബ്ബുകാർ വന്നിട്ട് ടീച്ചറൊക്കെ വന്നിട്ട് ടീച്ചർ ഒരു ഡേറ്റ് എഴുതി തന്ന് അവിടേക്ക് ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്, അതൊന്ന് അഭിനയിക്കാനായിട്ടൊന്ന് അപ്പച്ചൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് എഴുതി തന്ന് അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്ത് പോയിക്കൊന്നു പറഞ്ഞു. അങ്ങനെ 2 നാടകം 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ചെയ്തു. ആ 2 നാടകത്തിനും ബാലനടിക്കുള്ള അവാർഡ് കിട്ടി. അപ്പൊ ഭയങ്കര സന്തോഷം. പിന്നെ ആളുകളുടെ ഈ കയ്യടി അതാണ് പ്രശ്നം. അപ്പൊ നമുക്കിങ്ങനെ ആവേശം ഇനി പഠിച്ചില്ലെങ്കിൽ വീട്ടിലെ നാടകം കളിച്ചിട്ടുള്ളതായാലും വേണം. പിന്നെ അവരുടെ വീട്ടില്ല അപ്പനെ പറഞ്ഞേ ശരിയാവില്ല, നാടകത്തിനൊന്നും പോകാൻ പറ്റില്ലല്ലോ. അന്ന് പെണ്ണുങ്ങൾ നാടകത്തിന് പോകാന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഇല്ലാത്തൊരു സംഭവങ്ങളാണ്, പോകാൻ പറ്റില്ല. അത് പെണ്ണുങ്ങൾ ആവേശം കിട്ടലാണ് ഇപ്പൊ എല്ലാവർക്കും വന്നൊക്കെ. അപ്പൊ അപ്പനെ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ 8ാം ക്ലാസ്സിലേക്ക് വന്നു. 8ാം ക്ലാസ്സിൽ വന്നപ്പോ അവിടെ ഈ മീശയൊക്കെ വെച്ച ചെക്കന്മാരാണ്. അപ്പൊ ഞാൻ അപ്പനെ പോലത്തെ പിള്ളേരെല്ലാം വീട്ടിലേക്കുള്ളൂ, അത്ര വലിയ ചെക്കന്മാര്. അപ്പൊ ഇവന്മാരെങ്ങനെയാണ് നാടകം കളിച്ച് എല്ലാ യുവജനോത്സവത്തിന് ഇവരാണ് ഫസ്റ്റ്. അപ്പൊ ഞാൻ എന്തോ അവിടെ നമ്മളെ കോൺവെന്റിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ചൊരു നാടകം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഈ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ നാടകം പോയി ടീച്ചറിനോട് മേടിച്ചു തന്നു. അതിൽ 4 പെണ്ണ് 4 ആണും 1 പെണ്ണും ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് എങ്ങനെ നമ്മളിത് പഠിച്ചത് റെഡിയാക്കും, ഇത് ആണുങ്ങളുടെ പെണ്ണുങ്ങളാണില്ല ആണുങ്ങളുടെ വേഷം ഉണ്ടാക്കട്ടെ. അപ്പൊ അതിനു വേണ്ടി ഒരു മേക്കപ്പ് മാനൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഈ നാടകം കളിച്ച്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ, ബർസാർ പോൾ കളത്തൂർ, വിമൻസൽ കോർഡിനേറ്റർ ഡോക്ടർ അനി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.